മദ്രസയിൽ നിന്ന് ഉസ്താദുമാരുടെ കയ്യിൽ നിന്ന് 1 or 2 അടികൾ വാങ്ങിച്ചതിന്റെ പേരിൽ ഉസ്താദുമാരെ ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ഉമ്മമാരല്ലയോ ഇന്ന്? ചെറിയ ചെറിയ അടികൾ, ഒരു അടി കൊണ്ടാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മക്കൾക്ക് 1, 2, 3, 4 അടികൾ പഠിക്കാത്തതിന്റെ പേരിൽ ഉസ്താദുമാരടിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ നമ്മുടെ മക്കൾക്ക്? 2 ദിവസം കഴിഞ്ഞാൽ അതിന്റെ അടയാളം പോകും. പഠിക്കാത്തതിന്റെ പേരിൽ അടിച്ചാൽ പോലും ആ മാതാവ് നേരെ മദ്രസയിലേക്ക് വന്നിട്ട് ഉമ്മമാർ ഉസ്താദുമാരെ തെറി വിളിക്കുന്ന ഉമ്മമാരുള്ള കാലമാണിത്. കമ്മിറ്റി ഭാരവാഹികൾക്ക് കത്തെഴുതി കൊടുക്കുന്ന ഉമ്മമാരുള്ള കാലമാണിത്. ഈ ഉസ്താദ് ഇവിടെയുണ്ടെങ്കിൽ ഞങ്ങൾ ജമാഅത്തിൽ ചേരൂല, ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറയുന്ന ഉമ്മമാരുള്ള കാലമാണിത്. പൊന്നാര മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു 4-5 അടിയുടെ പേരിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാക്കിയാൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സഫിയ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് എന്ത് പാഠമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? മക്കള് പഠിക്കട്ടെ, മക്കള് പഠിക്കട്ടെ. പഠിക്കുമ്പോൾ ഒരു പക്ഷേ അതവിന് വേണ്ടി അടിക്കേണ്ടി വന്നേക്കാം. അത് നിങ്ങൾ കണ്ണു ചുമ്മിയേക്ക്. എന്താ ഇവിടെ അടി കൊണ്ടത് കൊണ്ട് ഇവിടെ വല്ല പ്രശ്നവും ഉണ്ടായിട്ടുണ്ടോ? വെറുതെ അല്ലല്ലോ അടിക്കുന്നത്. നിങ്ങളുടെ മക്കൾ പഠിക്കാത്തതിന്റെ പേരിൽ, ഫാത്തിഹ പഠിക്കാത്തതിന്റെ പേരിൽ, വജ്ഹത്ത് പഠിക്കാത്തതിന്റെ പേരിൽ, ഖുർആൻ പഠിക്കാത്തതിന്റെ പേരിൽ, നിസ്കാരം പഠിക്കാത്തതിന്റെ പേരിൽ, ഇങ്ങനെ പഠിക്കാത്തതിന്റെ പേരിലല്ലയോ നിങ്ങളുടെ മക്കളുടെ ഭാവി ഉദ്ദേശിച്ചിട്ടല്ലയോ ഉസ്താദുമാരടിക്കുന്നത്? അതിനെയാണോ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? അത്തരം ഉസ്താദുമാർക്കെതിരെയാണോ നിങ്ങൾ കേസ് കൊടുക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഈ മക്കൾ നന്നാവുക? പിന്നെ എങ്ങനെയാണ് ആത്മാർത്ഥമായി ഉസ്താദുമാര് പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് ഉമ്മമാരെ, ഈ സഫിയ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് മാതൃകയാക്കണം നമ്മൾ. നമ്മുടെ മക്കളെ പഠിക്കാൻ, ഇൽമ പഠിക്കാൻ നമ്മൾ അവസരം നൽകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് തന്റെ മകനോട് പറയുമായിരുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, ഉതുലു ബിൽ ഇൽമ, നീ ഇൽമ പഠിച്ചോ മോനെ, നീ ഇൽമ പഠിച്ചോ. ഉതുലു ബിൽ ഇൽമ, നീ ഇൽമ പഠിച്ചോ, ഞാൻ ജോലി ചെയ്തോളാം. ഉമ്മയാണ് പറയുന്നത്. 10ാം ക്ലാസ് ആകുമ്പോഴേക്കും മക്കളെ ഗൾഫിലേക്ക് അയക്കുന്ന ഉമ്മയല്ല ഇത്. ശ്രദ്ധിക്കണേ, 10ാം ക്ലാസ് ആകുമ്പോഴേക്കും മക്കളെ ബിസിനസിനും ജോലിക്കും വേണ്ടി പറഞ്ഞേക്കുന്ന ഉമ്മയല്ല ഇത്. ഞാൻ ജോലി ചെയ്തോളാം, ഞാൻ അധ്വാനിച്ചോളാം, എന്റെ മോനെ നീ ഇൽമ പഠിക്കണേ, നീ ഖുർആൻ പഠിക്കണേ, നീ ഹദീസ് പഠിക്കണേ എന്ന് പറഞ്ഞ് മകനെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടയച്ച ഉമ്മയെ നമ്മൾ മനസ്സിലാക്കണം. ആ ഉമ്മ ഈ മകനോട് പറയുന്നുണ്ട്, മോനെ നീ പഠിക്കണം. ഫകാനത് റഹിമഹല്ലാഹ്. എന്നിട്ട് മകൻ പഠിക്കാൻ പോയാൽ ഈ ഉമ്മ അധ്വാനിക്കുമായിരുന്നു. എന്നിട്ട് മകന് പഠിക്കാനുള്ള ചെലവുകൾ കണ്ടെത്തും, ഈ മകന് ഭക്ഷണം കഴിക്കാനുള്ള ചെലവ് കണ്ടെത്തും. എന്നിട്ട് ഇടയ്ക്കിടെ മകനെ കാണുമ്പോൾ വഅദ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരിക്കൽ തന്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇൻ കതബത 10 അഹ്റുഫിൻ, 10 അക്ഷരം നീ പഠിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു 10 അക്ഷരം നീ പഠിച്ചു കഴിഞ്ഞാൽ, ഹൽ തറാ ഫീ നഫ്സിക സിയാദതൻ ഫീ ഖശിയതിക, ആ 10 അക്ഷരം കൊണ്ട് അല്ലാഹുവിനോടുള്ള ഭയഭക്തി പൊന്നുമോനെ നിനക്ക് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കണം. 1ാം ക്ലാസ് കഴിഞ്ഞ് 2ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും എന്റെ മകന് തഖ്വയിൽ വല്ല മാറ്റമുണ്ടോ? നിസ്കാരത്തിൽ വല്ല മാറ്റമുണ്ടോ? ദീനിൽ വല്ല മാറ്റമുണ്ടോ? അല്ലാഹുവിനോടുള്ള ഖുശൂഇൽ മാറ്റമുണ്ടോ? സ്വഭാവത്തിൽ മാറ്റമുണ്ടോ എന്നാണ് നോക്കേണ്ടത്. പ്രോഗ്രസ് കാർഡ് എടുത്തുകൊണ്ട് A+ കിട്ടാത്തതിന്റെ പേരിൽ ചീത്ത വിളിക്കുകയല്ല വേണ്ടത്. 100ൽ 100 വാങ്ങിക്കാത്തതിന്റെ പേരിൽ, 50ൽ 50 വാങ്ങിക്കാത്തതിന്റെ പേരിൽ ചീത്ത പറയുകയല്ല വേണ്ടത്. മാർക്കൊക്കെ അവിടെ നിൽക്കട്ടെ, തട്ടിമുട്ടി വിജയിച്ചാൽ മതി. പക്ഷേ ആ പഠനം കൊണ്ട് നമ്മുടെ മക്കൾക്ക് മാറ്റമുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ മക്കളുടെ സ്വഭാവം മാറുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ മക്കളുടെ നിസ്കാരത്തിൽ മാറ്റമുണ്ടോ? നമ്മുടെ മക്കളുടെ പ്രവർത്തനത്തിൽ മാറ്റമുണ്ടോ? അഖ്ലാഖിൽ നിന്ന് പഠിക്കുന്നത് നമ്മുടെ മക്കൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ? അഖ്ലാഖിൽ നിന്ന് പഠിക്കുന്നത്, ഫിഖ്ഹിൽ നിന്ന് പഠിക്കുന്നത്, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് പഠിക്കുന്നത് മക്കൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്നാണ് ഉമ്മമാരെ നിങ്ങൾ നോക്കേണ്ടത്. റാങ്കിന് വേണ്ടി വെറുതെ മക്കളെ നിങ്ങൾ അടിക്കുകയോ ശകാരിക്കുകയോ ചെയ്യരുത്. റാങ്ക് കിട്ടിയ ആളുകളൊന്നുമല്ല ഇവിടെ ലോകത്തെ പ്രഗത്ഭരായി മാറിയത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ റാങ്ക് ഹോൾഡേഴ്സ് അല്ല ലോകത്തെ കീഴടക്കിയവർ. ലോകത്തെ കീഴടക്കിയവരിൽ ഒരുപക്ഷെ റാങ്ക് ഹോൾഡേഴ്സിനെ കാണാൻ കഴിയില്ല. എവിടെയും എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഭൗതികമായ മേഖലയിലും ഇൽമിന്റെ മേഖലയിലും റാങ്ക് ഹോൾഡേഴ്സ് അല്ല ലോകം കീഴടക്കിയത്. ലോകം കീഴടക്കാനുള്ള കഴിവ് വേറെയാണ്.
പെരുമാറ്റം കൊണ്ട്, സ്വഭാവം കൊണ്ട്, അച്ചടക്കം കൊണ്ട്, കുശാഗ്ര ബുദ്ധി കൊണ്ട്, പ്രീ പ്ലാൻ ചെയ്യാനുള്ള എല്ലാം മുൻകൂട്ടി കാണാനുള്ള ആ ഒരു കഴിവുകൊണ്ട് നമ്മുടെ മക്കളെ പ്രത്യേകമായി അച്ചടക്കത്തോടെ വളർത്താൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. 1-ാം ക്ലാസ് കഴിഞ്ഞ് 2-ാം ക്ലാസ്സിലേക്ക് പോകുന്ന മകനിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി വർദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ ഇൽമ് ആ കുട്ടിക്ക് ഉപകരിക്കില്ല എന്നാണ് മഹദിയായ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല ഉമ്മമാരെ നമ്മൾ കണ്ടെത്തണം. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന് ജന്മം നൽകിയ ഉമ്മ മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങൾക്ക് ജന്മം നൽകിയ ഉമ്മ, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന് ജന്മം നൽകിയ ഉമ്മ, സലാഹുദ്ദീൻ അയ്യൂബിക്ക് ജന്മം നൽകിയ മാതാവ്, മഹാനായ മൂസാ നബിക്ക്, മഹാനായ ഈസാ നബിക്ക്, ഇങ്ങനെ ലോകത്തെ പ്രഗത്ഭരായ മഹാന്മാർക്ക് ജന്മം നൽകിയ ഉമ്മമാരെ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അതുപോലെയുള്ള ഉമ്മമാരെ അഥവാ മക്കളെ ഭാവിയിൽ സ്വാലിഹീങ്ങളാക്കാൻ യോഗ്യരായ മക്കളെ അള്ളാഹുവിനെ പേടിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച് നമ്മുടെ ഭാവിക്ക് സമുദായത്തിന് ഉപകരിക്കുന്ന പെണ്ണുങ്ങളെ, സ്ത്രീകളെയാണ് നമ്മൾ ഭാര്യയായി തെരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ തന്നെ നമ്മുടെ മക്കൾ പകുതി നന്നായിട്ടുണ്ട്, പിന്നൊരു പകുതി ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പകുതി നന്നായി, പിന്നെ പകുതി ശ്രദ്ധിച്ചാൽ മതി. വെൽ ബിഗിനിങ് ഹാഫ് ഡൺ എന്നാണ്. നല്ല തുടക്കം പകുതിയും ചെയ്തു കഴിഞ്ഞതിന് സമാനമാണ്. നല്ല തുടക്കമാണ്. നല്ല പെണ്ണിനെ തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ നല്ല തുടക്കമാണ്. ആ ഒരു നല്ല തുടക്കത്തോടു കൂടി നിങ്ങളുടെ മക്കൾ പാതി നന്നായി, പിന്നെ പകുതി മനസ്സിലാക്കും. അതുകൊണ്ട് വളരെ പ്രധാനമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ഈ കാണുന്ന മ്യൂസിക്കലിൽ നിന്നും ടിക്ടോക്കിൽ നിന്നും മാറി പരിശുദ്ധമായ ഖുർആനിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ട്. ഉമ്മമാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, ഈ കളികളൊക്കെ നിർത്താനുള്ള സമയമായിട്ടുണ്ട്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുകും ലിദിക്രില്ലാഹ്. അള്ളാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയമായിട്ടില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? എത്ര കാലം നമ്മൾ കളിക്കും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി? എത്ര കാലം ഈ കളി നിങ്ങൾ മുന്നോട്ട് പോകും? എത്ര കാലം നിങ്ങളുടെ ഫോട്ടോകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യും? എത്ര കാലം നിങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യും? മേക്കപ്പ് ചെയ്തുകൊണ്ട്, ചുണ്ടുകൾ ചുവപ്പിച്ചുകൊണ്ട് നിങ്ങൾ ടിക്ടോക്കിലൂടെ, മ്യൂസിക്കലിയിലൂടെ ഒരുപാട് വീഡിയോകൾ യാതൊരു മടിയുമില്ലാതെ പൊതുജനത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഭാവിയിൽ നിങ്ങൾക്കെതിരെ തിരിയുന്നൊരു കാലം വരാനുണ്ട്. ഇതെല്ലാം അല്ലാഹു കാണുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. അല്ലാഹു തആല സൗന്ദര്യം പ്രദർശിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളുടെ മുഖം നിങ്ങൾ പ്രദർശിപ്പിക്കരുത്, സൗന്ദര്യം പ്രദർശിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ട് നമ്മൾ തന്നെ യാതൊരു മടിയുമില്ലാതെ അള്ളാഹു നമ്മൾക്ക് തന്ന സൗന്ദര്യത്തെ പൊതുജനത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ അള്ളാഹു വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഒരൽപ്പം സൂക്ഷ്മത വേണം. പരിധി വല്ലാതെ ലംഘിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളൊക്കെ. പറയുമ്പോൾ ഒരു പക്ഷേ ഉൾക്കൊള്ളാനുള്ള മനസ്സ് പോലും ചില പെൺകുട്ടികൾക്കുണ്ടാവൂല. എന്താ അതിൽ കുഴപ്പമെന്ന് വരെ ചിന്തിക്കുന്നവരുണ്ടാകും സദസ്സിൽ വെച്ച്. എന്താ അതുകൊണ്ട് കുഴപ്പമെന്ന് ചിന്തിക്കുന്നവർ വരെ ഉണ്ടാകും. ഒരു കുഴപ്പവുമില്ല എന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞത്, നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ അല്ലാ യറൈന ദിജാല വലാ യറാഹുന്ന ദിജാൽ. ഒരു നല്ല പെണ്ണിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അവൾ അന്യപുരുഷന്മാരെ നോക്കാൻ പാടില്ല, അന്യപുരുഷന്മാര് ഇവളെയും നോക്കാൻ പാടില്ല. അതെങ്ങനെയാണ്? അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഔറത്ത് മറച്ചു നടക്കണമെന്നല്ലയോ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്? ആ മക്കളാണ് സ്വന്തം വീഡിയോകൾ, ശരീരത്തിന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന വീഡിയോകളൊക്കെ ഒരു കൂസലുമില്ലാതെ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബറിടം സിയാറത്ത് ചെയ്യാറുണ്ട്. സിദ്ദീഖ് തങ്ങളുടെ ഖബറിടം സിയാറത്ത് ചെയ്യാറുണ്ട്. ഉമർ തങ്ങൾ
വഫാത്തായപ്പോഴല്ലേ ഔറത്ത് മറച്ചുകൊണ്ട് ഖബറിടത്തിലേക്ക് കടന്നു വന്നത്. മരണപ്പെട്ടു പോയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. ആ വഫാത്തായ സമയത്ത് ഖബറിടം സിയാറത്ത് ചെയ്യാൻ വരുമ്പോൾ ഔറത്ത് മറച്ചു കൊണ്ടുവന്നു എന്ന് ഹദീസുകളിൽ കാണൂലേ? ഹദീസുകളിൽ കാണുന്നില്ലേ? എന്തിനാണ് അങ്ങനെ വന്നത്? മരണപ്പെട്ട് കിടക്കുന്ന ഉമർ തങ്ങളുടെ ഔറത്ത് കാണുമോ എന്ന പേടിയാണ്. മരണപ്പെട്ടു പോയവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ പോലും ഔറത്ത് മറച്ചവരായിരുന്നു മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞത്, മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ ഷേപ്പ് കാണുന്ന മയ്യിത്ത് കട്ടിലിൽ എന്നെ കൊണ്ടുപോകരുത്. എന്നെ മയ്യിത്ത് കട്ടിലിൽ കിടത്തിയാൽ എന്റെ ശരീരം മറ്റൊരാൾ കാണാൻ പാടില്ല. എന്റെ ശരീരം മറ്റൊരാൾ കാണാൻ പാടില്ല. മയ്യിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ള തുണികൾ കൊണ്ട് പുതപ്പിച്ച എന്റെ ഈ ശരീരം, ആ ശരീരത്തോട് ആർക്കും വികാരമുണ്ടാവൂല, ആ ശരീരത്തോട് ആർക്കും താല്പര്യമുണ്ടാവൂല. എന്നാൽ വരെ എന്റെ മരണശേഷം എന്റെ മയ്യിത്ത് കട്ടിലിൽ എന്റെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ അന്യപുരുഷന്മാർക്ക് എന്റെ ശരീരത്തിന്റെ ഷേപ്പ് കാണാൻ പാടില്ല. അതുകൊണ്ട് എന്റെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യിത്ത് കട്ടിൽ പൊതിഞ്ഞു കൊണ്ടുപോകണമെന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അല്ലേ പഠിപ്പിച്ചത്? ആ ഫാത്തിമ ബീവിയുടെ മക്കളല്ലേ നമ്മള്? എന്നിട്ടാണോ ശരീരത്തിന്റെ ഷേപ്പും ശരീരത്തിന്റെ സൗന്ദര്യവും മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്? എന്നിട്ട് കൂസലില്ലാതെ ഒരു പേടിയുമില്ലാതെ നടക്കുകയാണോ? അല്ലാഹു തആല ആഖിറു സമാൻ, ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളിൽ പറഞ്ഞത് ഇതുപോലെ ലജ്ജയില്ലാത്ത സ്ത്രീകൾ ഉണ്ടാകുമെന്നാണ്, നാണമില്ലാത്ത സ്ത്രീകൾ ഉണ്ടാകുമെന്നാണ്. ഈ സ്ത്രീകളിൽ നിന്ന് നല്ല മക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം സംഭവിക്കണം, സാധ്യത വളരെ കുറവാണ്. ബക്കറ്റ് വരും. വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന് നല്ല കടം കൊടുക്കുക. നല്ല കടം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നല്ല കടം. നിങ്ങളുടെ കൈകളിലുള്ളതിൽ നിന്ന് ഏറ്റവും നല്ല സംഖ്യ ഇടത് കൈ അറിയാതെ വലത് കൈയിൽ നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് നാളെ അർശിന്റെ തണൽ കിട്ടും. കൈകളിലുള്ളതിൽ നിന്ന് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ടിട്ടാൽ, അപ്പുറത്തുള്ളവർ അറിയാതെ ഇട്ടാൽ ഇൻഷാ അല്ലാഹ് നാളെ അർശിന്റെ തണൽ കിട്ടും. ആ ബക്കറ്റ് വരുമ്പോൾ ഇനി 10, 20, 50 ഒന്നും കാണാൻ പാടില്ല. നല്ല 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 സംഖ്യകൾ ഇട്ടുകൊടുക്കും. അല്ലാഹു തആല നമ്മുടെ സംഭാവനകൾ കൊണ്ട്, നമ്മുടെ സ്വതക്കകൾ കൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇനിയുള്ള കാലം മുന്നോട്ട് പോവാൻ. ഔറത്ത് വെളിവാക്കിയതിന്റെ പേരിലാണ് ആദം നബിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അറിയോ സ്ത്രീകൾക്ക് അറിയോ ആ വിഷയം? ചെറുപ്പക്കാരികളൊക്കെ ഇല്ലേ? വോളണ്ടിയേഴ്സ് ഇങ്ങനെ നടക്കുന്നതാണോ റോഡ് സൈഡിലൂടെ? വോളണ്ടിയേഴ്സ് ഒക്കെ നടക്കുന്നതാണോ റോഡ് സൈഡിലൂടെ? നമ്മൾക്കറിയാം വിഷയം. ഹവ്വാ ബീവിയെയും ആദം നബിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഔറത്ത് ഒളിവാക്കിയതിന്റെ പേരിലാണ്. പഴം തിന്നതിന്റെ പേരിലല്ല. പഴം തിന്നപ്പോൾ ഔറത്ത് ഒളിവായി. പഴം തിന്നപ്പോ ഔറത്ത് വെളിവായി. ഔറത്ത് വെളിവായപ്പോ പുറത്താക്കി. فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما. അവരിൽ നിന്ന് മറഞ്ഞ ഔറത്ത് വെളിവാക്കാൻ വേണ്ടിയാണ് പിശാച് അവരോട് വസ്വാസ് ഉണ്ടാക്കിയത്. പിശാചിന് ഇപ്പൊ ഇവർ തിന്നിട്ട് വേറെ നിറക്കല. പിശാചിന്റെ ബുദ്ധി ആദം നബിയും ഹവ്വാബിയും വേറെ നിറക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിലാ പഴം തിന്നാൻ പറഞ്ഞത്. ആണോ? ആദം നബി വേറെ ഇറച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് തിന്നാൻ പറഞ്ഞത് അല്ല. അത് തിന്നാൽ പിശാചിനറിയാം ഇവരുടെ ഔറത്ത് വെളിവാകുമെന്ന്. ഔറത്ത് മറക്കാൻ, ഔറത്ത് വെളിവാകുമെന്ന് മനസ്സിലായി. ഔറത്ത് വെളിവായാൽ പിന്നെ സ്വർഗത്തിൽ സ്ഥാനമില്ല. അങ്ങനെ ഔറത്ത് വെളിവാക്കിയതിന്റെ പേരിലാണ് ആദം നബിയെയും ഹവ്വാ ബീവിയെയും അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. എന്നാൽ തന്റെ ഔറത്ത് പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിന് എങ്ങനെ നാളെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയും? ശ്രദ്ധിക്കണം, പെണ്ണ് ശ്രദ്ധിക്കണം ഈ വിഷയം. ഔറത്ത് വെളിവാക്കാൻ പാടില്ല. ഔറത്ത് മറച്ചിട്ട് വേണം നമ്മൾ നടക്കാൻ. ഔറത്തിന്റെ വിഷയം നമ്മൾ സൂക്ഷ്മത പാലിക്കണം. ഇതൊന്നും തമാശയല്ല. നിങ്ങൾ ഈ ഭൗതികമായ സുഖങ്ങളിൽ മുഴുകിയ ചില ഫെമിനിസ്റ്റുകളെ കണ്ടിട്ട് കാര്യം പഠിക്കണ്ട. അവർക്കെന്ത്, മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറില്ല എന്ന് ചിന്തിക്കുന്നവരാണവർ. മരണപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു എന്ന് വിചാരിക്കുന്നവരാണവർ. അവർക്കെന്ത് ആഖിറം, അവർക്കെന്ത് സ്വർഗം, അവർക്കെന്ത് ഖബർ എന്ന്. നമ്മളെങ്ങനെയല്ലല്ലോ. നമ്മൾക്ക് മരണപ്പെട്ടാൽ ഖബറില്ല പെണ്ണെ. നമ്മൾക്ക് മരണപ്പെട്ടാൽ നാളെ പാരിത്രികമില്ലയോ?
ആ പാരത്രിക ലോകത്ത് വിജയിക്കേണ്ടയോ നമ്മൾക്ക് ഈ ഒരു യുവത്വം എന്നും നിലനിൽക്കില്ല എന്ന് നിങ്ങൾക്കറിയൂലേ? നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ വല്യമ്മയുടെ മുഖം ഒന്ന് നിങ്ങൾ നോക്കണം. ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ, 20 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖവും അതുപോലെ ആകുമെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ വീട്ടിലുള്ള വല്യമ്മമാർ മുഖം ചുളിഞ്ഞിരിക്കുന്നു, കണ്ണകത്തേക്ക് തള്ളിയിരിക്കുന്നു, കൈകളിലുള്ള ചർമ്മവും ചുളിഞ്ഞിരിക്കുന്നു, നടക്കാൻ കഴിയുന്നില്ല, എണീക്കാൻ കഴിയുന്നില്ല. ആ ഉമ്മയെ ഒന്ന് നോക്കണം എന്റെ പൊന്നുമോളെ. 21 വയസ്സുള്ള പെണ്ണെ, 17കാരിയും 21കാരിയും ആ വല്യമ്മയെ ഒന്ന് നോക്കിയിട്ട് ഒരു 20 വർഷം കഴിഞ്ഞാൽ ഞാനും ഇതുപോലെ ആവേണ്ടവളാണ്. ഈ യുവത്വത്തിലെ കളിയെല്ലാം ഓർത്തുകൊണ്ട് വിഷമിക്കൂലേ? ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഓർത്തുപോയാൽ, വിഷമിച്ചു പോയാൽ എനിക്കൊരു ജീവിതം തിരിച്ചു കിട്ടൂല, ഇനി നന്നാവാൻ എനിക്ക് അവസരമില്ല. അതുകൊണ്ട് ജീവിക്കുന്ന കാലം അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച്, സൂക്ഷ്മതയോടെ ജീവിച്ച്, ഔറത്ത് വെളിവാക്കാതെ, ഔറത്ത് മറച്ചുകൊണ്ട്, നമ്മൾക്ക് ഹലാലായ എന്റർടൈൻമെന്റ് ഇഷ്ടം പോലെയുണ്ട്, ഹലാലായ സുഖങ്ങളുണ്ട്, അനുവദിച്ചു തന്ന എത്രയോ ആസ്വാദനങ്ങളുണ്ട്. അതെല്ലാം ആസ്വദിക്കുന്നതിൽ കുഴപ്പമില്ല. ഹറാമായതിൽ നിന്ന് വിട്ടു നിൽക്കണേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ വിഷയം പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല പെണ്ണിനെ തെരഞ്ഞെടുക്കണമെന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതാ നിങ്ങളുടെ മുമ്പിലുള്ളത് തെങ്ങുകളും കവുങ്ങുകളും നിറഞ്ഞ സ്ഥലമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഈ സ്ഥലം പീഠഭൂമിയാണെങ്കിൽ, ഫലഭൂയിഷ്ടമല്ലാത്ത ഭൂമിയാണെങ്കിൽ ഈ തെങ്ങുകളിൽ നിന്നൊരു തേങ്ങ പോലും നിങ്ങൾക്ക് കിട്ടൂല, ഈ കവുങ്ങുകളിൽ നിന്നൊരു അടക്ക പോലും നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കൃഷി നടത്തുന്ന സമയത്ത് ഏറ്റവും നല്ല ഭൂമി നോക്കിയിട്ടാണ് നിങ്ങൾ കൃഷി ചെയ്യുക, അല്ലെ? പാറയുടെ മുകളിൽ പോയി നിങ്ങൾ കൃഷി ചെയ്യുമോ? പാറയുടെ മുകളിൽ പോയി നിങ്ങൾ കൃഷി ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ട്? അവിടെ നിന്ന് ഫലം ലഭിക്കൂല. അതേപോലെയാണ് നമ്മുടെ ഭാര്യമാരെന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടങ്ങളാണ്. ആ ഭാര്യ നന്നായാലാണ് അതിൽ നിന്ന് നല്ല മക്കൾ ഉണ്ടാകുന്നത്. ഏതുപോലെ ഭൂമി നന്നായാൽ നല്ല വിളവ് ലഭിക്കുന്നത് പോലെ ഭാര്യ നന്നായാൽ നല്ല മക്കൾ ഉണ്ടാകും. ഭാര്യ മോശമായാൽ മക്കളും മോശമാകും. ഇതിൽ ഭർത്താവിന് റോളില്ല. ഇത് 99% റോളും പെണ്ണിന്റെ കയ്യിലാണ്, ഭർത്താവിന്റെ കയ്യിലല്ല. മക്കള് മോശമാകുന്നതിലും മക്കള് നന്നാവുന്നതിലും 99% റോളുള്ളത് പെണ്ണിന്റെ കയ്യിലാണ്, ആണിന്റെ കയ്യിലല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നമ്മൾ നല്ല മക്കൾ ഉണ്ടാക്കാൻ നമ്മൾ പ്രതിജ്ഞയെടുക്കണം. അതിനുവേണ്ടി നമ്മുടെ മക്കളെ നിങ്ങൾ നല്ല വഫിയ കോളേജുകളിൽ, സഹ്റവി കോളേജുകളിൽ, തർബിയ കോഴ്സുകളിൽ, ഹിഫ്ള് കോഴ്സുകളിൽ കൊണ്ടുപോയി ചേർക്കണം. ഡിഗ്രി പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ഏറിപ്പോയാൽ ഒരു വർഷം പോകും, 2 വർഷം പോകും, പിന്നെ കല്യാണം കഴിഞ്ഞു, പിന്നെ അടുക്കളയിലാണ്. ഇവര് പഠിച്ച ഈ കൊമേഴ്സ് കൊണ്ട്, ഇവര് പഠിച്ച സയൻസ് കൊണ്ട്, ഇവര് പഠിച്ച ബിസിനസ് കൊണ്ട്, ഇവര് പഠിച്ച പൊളിറ്റിക്സ് കൊണ്ട്, ഇവര് പഠിച്ച ഹിസ്റ്ററി കൊണ്ട് ഒരു ഉപകാരവും അവരുടെ ജീവിതത്തിൽ മരണം വരെ അവർക്ക് കിട്ടാറില്ല. നേരെ മറിച്ച് അവർക്ക് മര്യാദയിൽ ഖുർആനും ദീനും പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ആ മക്കളെ കൊണ്ട്, ആ സ്ത്രീകളെ കൊണ്ട് ഭാവിയിൽ നല്ല മക്കൾ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൗതികവും മതവും സമന്വയിപ്പിച്ച് പഠിപ്പിക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ വഫിയ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചേർക്കണം. അവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഹിഫ്ള് കോളേജുകളിൽ ചേർക്കണം, തർബിയ കോഴ്സുകളിൽ ചേർക്കണം. എന്നിട്ട് നമ്മുടെ മക്കളിൽ ദീനിന്റെ ആ പ്രഭ ചൊരിഞ്ഞു കൊടുക്കണം, ദീനിന്റെ പ്രഭ നമ്മൾ ഇട്ടു കൊടുക്കണം. ഉമ്മമാര് നന്നാവട്ടെ, സ്ത്രീകൾ നന്നാവട്ടെ. സ്ത്രീകൾ നന്നായാൽ നാട് നന്നാവും, വീട് നന്നാവും, ലോകം നന്നാവും. അല്ലാഹു തആല സ്ത്രീകളുടെ കയ്യിലാണ് വീടിന്റെ ഭരണം അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. വീട്ടിലെ റാണി എന്ന് പറയുന്നത് നിങ്ങളാണ്, വീട്ടിലെ രാജകുമാരി എന്ന് പറയുന്നതും നിങ്ങളാണ്. നമ്മുടെ രാജകുമാരിയും നിങ്ങൾ തന്നെയാണ്. കാരണം ഒരു ഭാര്യയല്ലയോ കഷ്ടപ്പെട്ട് മക്കളെ പോറ്റി വളർത്തുന്നത്, മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നത്. വളരെ പ്രധാനമായി ഒന്നാമത്തെ വിഷയം, ഭാര്യമാരെ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ദീനീ ബോധമുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ മക്കളെയൊക്കെ ദീനീ ബോധമുള്ളവരാക്കി വളർത്താൻ ഓരോ രക്ഷിതാക്കളും അധ്വാനിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തേത്, ഹലാലായ ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം നോമ്പുകാരനായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് നോമ്പ് തുറക്കാൻ വേണ്ടി ആടിന്റെ പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, മിൻ ഐന ലക്കും ഹാദൽ ലബൻ,
എവിടെന്നാണ് ഈ പാല് കിട്ടിയത്? അവര് പറഞ്ഞു, ആട്ടിൽ നിന്ന്. എവിടെന്നാണ് ആട്? ഞങ്ങൾ വാങ്ങിച്ചതാണ്. എവിടെന്നാണ് ഇതിന്റെ വില? എന്തേ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇന്നാ മആശിറർ റസുൽ ഉമിർനാ അൻ നഅകുല മിനത് ത്വയ്യിബാത്. അല്ലാഹു തആല ഞങ്ങളോട് നല്ലത് മാത്രമേ തിന്നാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഹലാലായത് മാത്രമേ തിന്നാൻ പാടുള്ളൂ. ഹറാമ് തിന്നാൽ അയാൾ നരകത്തിലാണ്. ഹറാമ് തീറ്റിച്ചാൽ തീറ്റിച്ചവനും തീറ്റിക്കപ്പെട്ടവനും നരകത്തിലാണ്. ഒരു ഭർത്താവ് ഹറാമായതാണ് സമ്പാദിക്കുന്നത്, ഗൾഫിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും പലിശയുടെയും മറ്റുള്ള ഹറാമായ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് വീടെടുത്തത്, അതുകൊണ്ടാണ് വാഹനമെടുത്തത്, അതുകൊണ്ടാണ് മക്കളെയും ഭാര്യയും വളർത്തിയത്. എന്നാൽ ഈ ഭാര്യയും മക്കളും കുടുംബവും എല്ലാവരും നരകത്തിലേക്കാണ് പോകുന്നത്. ഹറാമ് കൊണ്ട് വളർന്ന ഒരു ശരീരവും നാളെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് നല്ലത് മാത്രമേ തിന്നാൻ പാടുള്ളൂ. മക്കൾക്ക് നല്ലത് മാത്രമേ തിന്നാൻ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സക്കാത്തിന്റെ മുതൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മുഅ്മിനീങ്ങളെ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു സക്കാത്തിന്റെ മുതലിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്ത് തിന്നാൻ തുടങ്ങിയത്. നബി തങ്ങൾ കണ്ടില്ല. ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞപ്പോഴേക്കും അല്ലാഹുവിന്റെ ഹബീബ് തന്റെ മടിത്തട്ടിലുണ്ടായിരുന്ന ഹസൻ എടുത്ത് മാറോട് ചേർത്തു. അപ്പോഴാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വായയിൽ നിന്ന് മധുരം കഴിച്ചാൽ ഉണ്ടാകുന്ന ഒരു തരം ദ്രാവകം കേല അതിങ്ങനെ ഒഴുകിയപ്പോ വായ തുറന്നു നോക്കി. ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം സക്കാത്തിന്റെ മുതലാണ്. പ്രവാചകന്മാർക്ക് സക്കാത്ത് പാടില്ലല്ലോ, പ്രവാചകന്മാർക്ക് സക്കാത്ത് ഹറാമാണ്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് ഈ കുഞ്ഞുമോനോട് ചോദിക്കുന്നുണ്ട്, പൊന്നുമോനെ, അമാ അലിംത, നിനക്കറിയൂലേ അന്ന സ്വദഖത ലാ തഹില്ലു ലിആലി മുഹമ്മദിൻ, നബിയുടെ കുടുംബത്തിന് സക്കാത്ത് തിന്നാൻ പാടില്ല എന്നറിയൂലേ എന്ന് പറഞ്ഞ് വായയിലേക്ക് വിരലിട്ട് ആ ഈത്തപ്പഴത്തെ വലിച്ചെടുക്കുകയും മറ്റുള്ളതെല്ലാം തുപ്പിക്കളയാൻ പറയുകയും ചെയ്തിട്ടുണ്ട് ശഫീഉനാ റസൂലുള്ളാഹി. അത്രത്തോളം സൂക്ഷ്മത വേണം നമ്മൾക്ക്. ഹറാമായ ഭക്ഷണം, പാടില്ലാത്ത ഭക്ഷണം നമ്മുടെ മക്കളുടെ വയറ്റത്തേക്ക് കയറാൻ പാടില്ല. ലഹരി കയറാൻ പാടില്ല. കള്ള് കയറാൻ പാടില്ല. അതേപോലെ ഹറാമായ സമ്പാദ്യം, പലിശയുടെ സമ്പാദ്യം കയറാൻ പാടില്ല. മക്കളെ വളരെ സൂക്ഷ്മതയോടെ വളർത്തേണ്ടത് ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ്. അല്ലാഹു നമ്മളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള വഴിയും നല്ലത് മാത്രം തിന്നുക എന്നുള്ളതാണ്. ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റൊരു കാര്യമാണ്. ഹലാലായത് മാത്രമേ തിന്നാൻ പാടുള്ളൂ. ഹലാല് മാത്രം തിന്നുന്ന വ്യക്തികൾക്ക് അല്ലാഹു ദുആഇന് ഉത്തരം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, റുബ്ബ അശ്അസ അഗ്ബറ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. എത്രയോ മുടി ജടകുത്തിയ ആളുകൾ, അവരുടെ ശരീരത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട്. യാത്രയുടെ ക്ഷീണമാണത്. അവർക്ക് താടി രോമങ്ങളും മുടിയും ഒപ്പിക്കാനും നന്നാക്കാനും സമയമില്ല. എന്നിട്ട് അവരിങ്ങനെ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ 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 എനിക്കത് തരണേ അല്ലാ, ഇത് തരണേ അല്ലാ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നാ യുസ്തജാബുല, എങ്ങനെയാണ് അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകുന്നത്? അയാൾ ഖിയാമത്ത് നാൾ വരെ ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം നൽകൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട്? മത്അമുഹു ഹറാം, അവൻ തിന്നുന്നത് ഹറാമാണ്, അവൻ കഴിച്ചത് ഹറാമാണ്, അവൻ ധരിച്ചത് ഹറാമാണ്, അവന്റെ വീട് ഹറാമാണ്, എല്ലാം ഹറാമാണ്. ഹറാമിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് നിരന്തരമായി ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്താലും അല്ലാഹു ദുആഇന് ഉത്തരം നൽകൂല മുഅ്മിനീങ്ങളെ. ആ മക്കളും നന്നാവൂല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഹറാമായതൊന്നുപോലും നമ്മുടെ വയറ്റത്തേക്ക് കയറാൻ പാടില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ വിഷയം നന്നായി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹുവേ എൻ്റെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ എൻ്റെ മകനെ കൺകുളിർമയുള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. എപ്പോഴാണ് ഒരു മനുഷ്യന് കണ്ണിന്റെ കുളിർമ ലഭിക്കുന്നത്? ഇബാദത്ത് ചെയ്യുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന, കൃത്യമായി നിസ്കരിക്കുന്ന, പള്ളിയിലേക്ക് പോകുന്ന, അല്ലാഹുവിനെ പേടിയുള്ള മക്കളെ കാണുമ്പോഴാണ് ഒരു പിതാവിന്റെ കണ്ണിന് കുളിർമയുണ്ടാകുന്നത്. കോടീശ്വരനായ മകൻ, നിങ്ങൾ ആലോചിക്ക്, നിങ്ങളുടെ മകൾ ഗൾഫിൽ പോയി വലിയ മുതലാളിയായി നല്ല വാഹനങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ പെണ്ണിന്റെ പേര്
പേരിൽ, ഈ നിങ്ങളുടെ ചെറുക്കന്റെ പേരിൽ പെണ്ണുങ്ങളുടെ ആരോപണങ്ങളുണ്ട്, നിങ്ങളുടെ മകന്റെ പേരിൽ വ്യഭിചാര ആരോപണങ്ങളുണ്ട്, നിങ്ങളുടെ മകന്റെ പേരിൽ കള്ളുകുടി ആരോപണങ്ങളുണ്ട്, നിങ്ങളുടെ മകന്റെ പേരിൽ എന്തൊക്കെയോ ഹറാമിന്റെ ആരോപണങ്ങളുണ്ടെങ്കിൽ ഈ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നുമോ ഇല്ലയോ എന്ന് നിങ്ങൾ സത്യസന്ധമായി പറയണം. വലിയ കോടീശ്വരനാണ്, വീട്ടിൽ നല്ല 10,000 വിശാലമുള്ള സ്ക്വയർ ഫീറ്റ് ഉള്ള വീടെടുത്തിട്ടുണ്ട്, ബെൻസ് വെച്ചിട്ടുണ്ട്, വീട്ടിൽ നല്ല കോടീശ്വരനാണ്, നല്ല വരുമാനമുണ്ട്. പക്ഷേ നിങ്ങളുടെ മക്കളെ കുറിച്ച് ആളുകൾ പറയുന്നത് അയാൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യഭിചാരിയാണ് എന്നാണ്, അയാൾ ഹറാം ചെയ്യുന്ന കള്ളു കുടിക്കുന്ന ആളാണെന്നാണ്. എന്നാൽ ആ മക്കളെ കൊണ്ട് നിങ്ങളുടെ കണ്ണിന് കുളിർമ ലഭിക്കുമോ ഇല്ലയോ അത് പറയണം. ലഭിക്കോ? ഇല്ല. പക്ഷേ ഒന്നുമില്ല, ഒരു 5,000 10,000 സാലറിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാൾ, നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ്, മാഷാ അല്ലാഹ് നല്ല കുട്ടിയാണത്, നല്ല ചെറുക്കനാണത്, എപ്പോഴും പള്ളിയിൽ ഖുർആൻ ഓതുന്നു, ഹറാമിലേക്ക് പോവാറില്ല. അപ്പോഴല്ലയോ കണ്ണിന് കുളിർമയുണ്ടാകുന്നത്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എൻ്റെ മകനെ നീ കൺകുളിർമയുള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. പ്രവാചകന്മാര് പോലും ദുആ ചെയ്തിട്ടുണ്ട്. നമ്മളാകെ ദുആ ചെയ്യുന്നത് മക്കളെത്താ എന്നാണ്. എന്നാൽ അതിനു വേണ്ടിയല്ല ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ, സ്വാലിഹായ മക്കളെത്താ അല്ലാഹ്. സ്വാലിഹീങ്ങളായ മക്കളെ കിട്ടിയാലുള്ള നേട്ടം എന്താ? നാളെ ഖബറിൽ കിടന്നാൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും ആ മക്കൾ, നിങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്യും ആ മക്കൾ, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യും. പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ എൻ്റെ പിതാവിന്റെ പേരിൽ ഹദിയ ചെയ്യും. ആരുടെയെങ്കിലും പേരിൽ സദഖ ചെയ്താൽ തന്റെ പിതാവിന്റെ പേരിൽ മാതാവിന്റെ പേരിൽ സദഖ ചെയ്ത് ഹദിയ ചെയ്യും. എന്നിട്ട് നിരന്തരമായി നിങ്ങളുടെ പേരിൽ ഖുർആൻ ഓതി, നിങ്ങളുടെ പേരിൽ സദഖ ചെയ്ത്, നിങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുത്ത് എൻ്റെ ഉമ്മയുടെ എൻ്റെ പിതാവിന്റെ കബറിടം സ്വർഗീയമാക്കണേ എന്ന് ആലോചിച്ച് എന്നോർത്തുകൊണ്ട് ഇയാൾ എന്നും ദുആ ചെയ്യും. എത്ര ഉപകാരമായിരിക്കും ആ മക്കൾ കബറിലെത്തിയാൽ നമ്മൾക്കുണ്ടാവുന്നത്. കാരണം കബറിലെത്തിയാൽ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുമെന്നാണ്. മക്കളുടേതല്ല, പൊതുജനങ്ങളുടെ. ആരെങ്കിലും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുമോ, ആരെങ്കിലും നമ്മൾക്ക് വേണ്ടി സംഭാവന ചെയ്യുമോ എന്ന് പോലും ഖബറിലെത്തിയാൽ കാത്തിരിക്കുമെന്നാണ്. മക്കൾ സംഭാവന ചെയ്തില്ലെങ്കിലോ നിരാശരാവും. എന്നാൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന മക്കൾ നമ്മൾക്ക് വേണ്ടി ഖുർആൻ ഓതി നമ്മൾക്ക് വേണ്ടി സംഭാവന ചെയ്താൽ ആ ദിവസത്തിൽ അല്ലാഹു തആല നമ്മുടെ ഖബറിടം സ്വർഗീയമാക്കിയാൽ എന്തൊരു നേട്ടമായിരിക്കും നമ്മൾക്ക്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരാൾ മരണപ്പെട്ട് കിടക്കുകയാണ് ഖബറിൽ. മറ്റൊരാളെയാളെ സ്വപ്നം കാണുന്നുണ്ട്. ഒരു ശ്മശാനത്തിന്റെ സ്വപ്നമാണ് കണ്ടത്, ഒരു ഖബർസ്ഥാനിന്റെ സ്വപ്നമാണ് കണ്ടത്. ശ്മശാനത്തിൽ രാത്രിയാകുമ്പോൾ എല്ലാവരും ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. രാത്രിയാകുമ്പോൾ എല്ലാവരും പള്ളിയുടെ, നിങ്ങളുടെ നാട്ടില് പള്ളിക്കാട്ടില് ഖബർസ്ഥാൻ ഉണ്ടോ? ആ ഖബർസ്ഥാൻ ഒന്ന് സങ്കല്പിക്ക്. നിങ്ങളെല്ലാവരും അവിടെ എത്തിയോ? ആ ഖബർസ്ഥാനിലെത്തി. അവിടെയാണ് നമ്മുടെ ഉപ്പ കിടക്കുന്നത്, അല്ലെ? അവിടെയാണ് നമ്മുടെ ഉമ്മ കിടക്കുന്നത്, വല്യപ്പ കിടക്കുന്നത്, വല്യമ്മ കിടക്കുന്നതൊക്കെ അവിടെയാണ്. ഭാര്യ കിടക്കുന്നത് അവിടെ, മക്കള് കിടക്കുന്നത് അവിടെ, സഹോദരങ്ങൾ കിടക്കുന്നത് അവിടെ. ആ ഖബർസ്ഥാനിൽ രാത്രിയായാൽ എല്ലാ ഖബറാളികളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയോ വാരിക്കോരി പെറുക്കിയെടുക്കുന്നുണ്ട്. തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. എടുക്കാൻ വേണ്ടി, വാരിക്കോരാൻ വേണ്ടി. എന്തെങ്കിലും വിതരണം ചെയ്യുമ്പോൾ നമ്മൾ തിക്കും തിരക്കും കൂട്ടുന്നത് പോലെ ഖബറാളികൾ പുറത്തേക്ക് വന്ന് തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. എന്നാൽ ഒരാൾ മാത്രം ഇതെല്ലാം നോക്കി ഇതൊന്നും വാരിക്കോരാൻ നിൽക്കാതെ മാറി നിൽക്കുന്നത് സ്വപ്നം കണ്ടു. അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തേ മാറി നിൽക്കാത്തത്? നിങ്ങൾ എന്തേ ഈ വാരിക്കൂട്ടാൻ വരാത്തത്? എല്ലാവരും തിക്കും തിരക്കും കൂട്ടി എന്തൊക്കെയോ പെറുക്കിയെടുക്കുമ്പോ നിങ്ങൾ മാത്രം എന്തേ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, എനിക്കതിന്റെ ആവശ്യമില്ല കേട്ടോ. കാരണം ഇവരെല്ലാവരും വാരിക്കോരുന്നത് പള്ളികളിലേക്ക് വന്ന് ചിലപ്പോൾ ഉസ്താദുമാര് ദുആ ചെയ്യും ഖബറാളികൾക്ക് വേണ്ടി. മൊത്തത്തിൽ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു പക്ഷേ വഅദിന്റെ സദസ്സിൽ വെച്ച് മരണപ്പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യും. ഈ നന്മകൾ
നാട്ടിൽ നടക്കുന്ന നന്മകൾ, ഖബർസ്ഥാനിലേക്ക് ഹദിയ ചെയ്യുന്ന നന്മകളെ വാരിക്കോരാൻ വേണ്ടിയാണ് ഖബറാളികളെല്ലാം പുറത്തു വന്നിട്ട് വാരിക്കോരി പെറുക്കിയെടുക്കുന്നത്. എന്നാൽ ഞാൻ എടുക്കാതിരിക്കാൻ കാരണം എനിക്കതിന്റെ ആവശ്യമില്ല. സാലിഹായ ഒരു മകൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എനിക്ക്. ഇന്നാരുന്ന ടൗണിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിശുദ്ധമായ ഖുർആൻ ഓതി എന്റെ ഖബറിടത്തിലേക്ക് എന്റെ മകൻ ഹദിയ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്റെ ഖബറിടത്തിൽ പേടിക്കാനില്ല, മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കാനില്ല. അങ്ങനെ അദ്ദേഹം സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. സ്വപ്നത്തിൽ കണ്ടതുപോലെ അങ്ങാടിയിൽ പോയി നോക്കുമ്പോൾ പറയപ്പെട്ട ആ ചെറുപ്പക്കാരനെ കാണാനിടയായി. ചെറുപ്പക്കാരന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താണിത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, മരണപ്പെട്ടു പോയ എന്റെ പിതാവിന് വേണ്ടി ഞാൻ ഖബറിടത്തിലേക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അയാൾ തിരിച്ചുപോയി. കണ്ട സ്വപ്നം ശരി തന്നെയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അയാൾ സ്വപ്നം കാണുന്നുണ്ട്. ഖബറാളികളെല്ലാം പുറത്തു വന്നിട്ട് പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് നന്മകൾ വാരിക്കോരിയെടുക്കുന്നത്. അന്ന് മാറി നിന്ന ഈ സ്വാലിഹായ കുട്ടിയുടെ പിതാവ് ഇന്ന് മാറി നിൽക്കുന്നില്ല. അയാളും വാരിക്കോരി തിരക്ക് കൂട്ടുന്നതിൽ പെട്ടിട്ടുണ്ട്. അയാളോട് ചോദിച്ചു, നിങ്ങൾ കഴിഞ്ഞ തവണ ഞാൻ കണ്ടപ്പോൾ മാറി നിന്നു, ഇന്ന് നിങ്ങൾ ഇവരുടെ കൂടെ തിക്കും തിരക്കും കൂട്ടുകയാണോ? എന്താണ് കാരണം? എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങളുടെ മകനില്ലയോ നിങ്ങൾക്ക് ദുആ ചെയ്യാൻ? അപ്പോഴാണ് അയാൾ പറഞ്ഞത്, എന്റെ മകൻ ഇന്നലെ വഫാത്തായി പോയി, എന്റെ മകൻ ഇന്നലെ മരണപ്പെട്ടു പോയി. ഇനി എന്റെ ഖബറിടത്തിലേക്ക് ആരാണ് ഖുർആൻ ഓതുന്നത്? ആരാണ് ഹദിയ ചെയ്യുന്നത്? ഞാൻ തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. സ്വപ്നം കണ്ടു, ഞെട്ടി ഉണർന്നു. പിറ്റേ ദിവസം പറയപ്പെട്ടതുപോലെ അന്നത്തെ കടയിലേക്ക് ചെന്നു നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരനെ കാണാനില്ല. ആളോട് ചോദിച്ചു, എവിടെ പോയി ചെറുപ്പക്കാരൻ? ചെറുപ്പക്കാരൻ ഇന്നലെ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അഥവാ ഞാൻ പറയുന്നത്, നമ്മൾ നൽകുന്ന സ്വതക്കകൾ, നമ്മൾ ഓതുന്ന ഖുർആനുകൾ, നമ്മൾ ചെല്ലുന്ന ഇസ്തിഗ്ഫാറുകൾ, നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ ഖബറിൽ കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം നൽകുന്നുണ്ട്. വവലദുൻ സ്വാലിഹുൻ യദഊല, ദുആ ചെയ്യുന്ന മക്കൾ എന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് കൺകുളിർമയാണെന്ന്, മാതാപിതാക്കൾക്ക് ഉപകാരമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ നിന്നും അതുപോലെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുള്ളവർ ഒരുപാടുണ്ടാകും. നമ്മെ പോറ്റി വളർത്തിയ നമ്മുടെ ഉമ്മ, 9 മാസക്കാലം ഗർഭം ചുമന്ന മാതാവ്, വലതു ഭാഗത്തേക്കോ ഇടതു ഭാഗത്തേക്കോ ചെരിഞ്ഞുറങ്ങാൻ കഴിയാതെ ഛർദിച്ച് ചോര പോലും ഛർദിച്ച് സ്വന്തം ഭർത്താവിന്റെ സ്മെല്ല് പോലും സഹിക്കാൻ കഴിയാതെ ബാത്റൂമിൽ ചെന്നാൽ സോപ്പിന്റെ സ്മെല്ല് കേട്ടാൽ ഛർദിച്ചു പോകും, പെർഫ്യൂമിന്റെ സ്മെല്ലുണ്ടായാൽ ഛർദിച്ചു പോകും, കിച്ചണിൽ പോയാൽ ഛർദിക്കും, പല്ല് തേക്കുന്ന സമയത്ത് പേസ്റ്റിന്റെ സ്മെല്ല് വന്നാലും ഛർദിക്കും. ഇങ്ങനെ ഛർദിച്ച് തൊണ്ട പൊട്ടി ചോര വന്നിട്ട് 9 മാസക്കാലം നമ്മൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച നമ്മുടെ മാതാവ്, ആ മാതാവ് ഇന്ന് ഖബറിടത്തിൽ കിടന്നിട്ട് നമ്മുടെ ദുആഇന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്വതക്ക അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടയോ? എന്തെങ്കിലും ഒരു സംഭാവന അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടയോ? എങ്കിലല്ലേ അവിടെ കിടക്കുന്ന നമ്മുടെ മാതാവിൻ്റെ കണ്ണിന് കുളിർമ ലഭിക്കുള്ളൂ. ഇവിടെ കൂടിയിരിക്കുന്ന മക്കളിൽ ആർക്കാണ് ആ മാതാവിന് വേണ്ടി സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളത്? അതേപോലെ തന്നെ നമ്മുടെ പിതാവ് ചോര നീരാക്കി വിയർപ്പ് നീരാക്കി നമ്മൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ടി ജീവിതം പോലും മാറ്റിവെച്ച് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം നമ്മൾ ഓർക്കണം. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം നമ്മൾ ഓർക്കണം. അതേപോലെ നമ്മുടെ പിതാവ് നമ്മൾക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ട്. വഅദ് കഴിഞ്ഞിട്ട് 1 മണിക്കും 2 മണിക്കും 3 മണിക്കും വരുമെന്ന് പറഞ്ഞാൽ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഉമ്മ നമ്മൾക്കുണ്ട്. ആ ഉമ്മ നഷ്ടപ്പെടുമ്പോഴാണ് ഉമ്മയുടെ വേദന നമ്മൾക്ക് തിരിച്ചറിയുക. നമ്മെ സ്നേഹിച്ച് ഭാര്യ എന്ന് പറയുന്ന ഭാര്യയുടെ സ്നേഹം അത് പരസ്പരം പൂരകങ്ങളാണ്. ഭാര്യയുടെ സ്നേഹം എന്ന് പറയുന്നത് ഉമ്മയുടെ സ്നേഹവും ഭാര്യയുടെ സ്നേഹവും ഒരിക്കലും സമമല്ല. കാരണം ഭാര്യ ഒരു പക്ഷേ എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിണങ്ങിയേക്കാം, പക്ഷേ ഉമ്മ ജീവിതത്തിൽ പിണങ്ങൂല. ഭാര്യ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഭാര്യ പിണങ്ങാൻ സാധ്യതയുണ്ട്, ചൊടിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്, തെറ്റി നിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉമ്മ പറഞ്ഞ എന്തെങ്കിലും ഒരു വിഷയം കേട്ടില്ലെങ്കിൽ മക്കളോട് ഉമ്മ ഒരിക്കലും പിണങ്ങാറില്ല. എന്തുകൊണ്ട്? ഉമ്മ ഒരിക്കലും തിരിച്ചു പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ് മക്കൾക്ക് നൽകുന്നത്. ഭാര്യ അങ്ങനെയല്ല, ഭർത്താവിൻ്റെ സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, മരണപ്പെട്ടു പോയ പിതാവോ മരണപ്പെട്ടു പോയ മാതാവോ
ആരെങ്കിലും ഒരാൾ കബറിടത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈ മഹത്തായ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലൊരു സംഭാവന 5000 രൂപയെങ്കിലും ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർ, അവർക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ താല്പര്യമുള്ളവർ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അവരുടെ കബറിടങ്ങളെ വെളിച്ചമാക്കാൻ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ, അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അവർ ഇന്നത്തെ രാത്രി അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവേ ഇന്നലെ വരെ ശിക്ഷിക്കപ്പെട്ടിരുന്ന എൻ്റെ കബറിടം ഇന്നെങ്ങനെയാണ് സ്വർഗീയമായത് എന്നവർ അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ്. അള്ളാഹുവേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്ന മറുപടി, ബിസ്തിഗ്ഫാരി വലദികാലക, നിന്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തത് കാരണത്താലാണ് നിങ്ങളുടെ കബറിടങ്ങളെ ഞാൻ സ്വർഗീയമാക്കിയത്, നിങ്ങൾക്ക് ഉന്നതമായ ദറജ നൽകിയത് എന്ന് അല്ലാഹു മാതാപിതാക്കളോട് മറുപടി പറയുമ്പോൾ ആ മാതാപിതാക്കൾ നമ്മെ ഓർത്ത് അഭിമാനിക്കുന്ന ആനന്ദ നൃത്തം ചവിട്ടുന്നൊരു സമയം ഓർക്കണം മുഅ്മിനീങ്ങളെ. ആ ഒരു തൃപ്തി മതി നാളെ നമ്മൾ സ്വർഗത്തിലെത്താൻ.